സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? എക്സ്പ്ലെയിനർ കാണാം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ഉൾപ്പെടെ 40 ലക്ഷം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന മെഡിസെപ്പ് പദ്ധതിയിലാണ് മാറ്റം വരുന്നത്. മെഡിസെപ്പ് രണ്ടാം ഘട്ടത്തിൽ മാറ്റങ്ങൾ നിരവധിയാണ്. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷയിൽ വലിയ മാറ്റമാണുള്ളത്. ഇൻഷുറൻസ് പരിരക്ഷ 5 ലക്ഷമായി ഉയർത്തും. പ്രതിമാസ പ്രീമിയം 750 രൂപയാകും. നിലവിൽ ആനുകൂല്യം 3 ലക്ഷവും പ്രീമിയം 500 രൂപയുമാണ്. 3 വർഷമായിരുന്ന പദ്ധതി 2 വർഷമാക്കി ചുരുക്കിയിട്ടുമുണ്ട്. പ്രീമിയത്തിൽ ചേരാതിരിക്കാൻ നിർവാഹമില്ല. നിർബന്ധമായും അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷയിൽ അംഗമാകണം. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തും. ഒന്നാം ഘട്ടത്തിൽ കാറ്റസ്ട്രോഫിക് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്ന 2 ചികിത്സകൾ ഒഴിവാക്കിയിരുന്നു. അവ അധിക പാക്കേജിൽ ഉൾപ്പെടുത്തും. കാൽമുട്ട് മാറ്റിവെക്കൽ, ഇടുപ്പെല്ല് മാറ്റിവെക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയകൾ അടിസ്ഥാന ബെനിഫിറ്റ് പാക്കേജിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സർജിക്കൽ, മെഡിക്കൽ പാക്കേജുകൾ കൂട്ടിച്ചേർക്കാം. 10 ഗുരുതര രോഗ അവയവമാറ്റ ചികിത്സാ പാക്കേജുകളുമുണ്ട്. ഇതിനായി ഇൻഷുറൻസ് കമ്പനി 2 വർഷത്തേക്ക് 40 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് നീക്കിവെക്കണം. അടിസ്ഥാന ഇൻഷുറൻസ് തുകയായ 5 ലക്ഷത്തിന്റെ 1%, അതായത് 5000 രൂപ പ്രതിദിന മുറി വാടകയായി ലഭിക്കും. സർക്കാർ ആശുപത്രികളിലാണെങ്കിൽ പേവാർഡ് വാടക പ്രതിദിനം 2000 രൂപ വരെ. തുടർച്ചയായി ചികിത്സ തേടേണ്ട ഡേ കെയർ പ്രൊസീജിയറുകളായ ഡയാലിസിസ്, കീമോതെറാപ്പി എന്നിവയ്ക്ക് ഇൻഷുറൻസ് പോർട്ടലിൽ 1 ടൈം രജിസ്ട്രേഷൻ അനുവദിക്കും. ത്രിതല പരാതി പരിഹാര സംവിധാനം, മെഡിസെപ്പ് കാർഡിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങളടങ്ങിയ QR കോഡ് എന്നിവയും പദ്ധതിയിലുണ്ട്. സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയിലെ ESI ആനുകൂല്യം ലഭ്യമല്ലാത്ത ജീവനക്കാരെയും പെൻഷൻകാരെയും മെഡിസെപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നതിനും തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. കരാറിൽ നിന്നും ആശുപത്രികൾക്ക് വ്യതിചലിക്കാനേയാവില്ല. അങ്ങനെയുള്ള ആശുപത്രികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന തരത്തിലുള്ള SOP ഇൻഷുറൻസ് കമ്പനി തയ്യാറാക്കണം. അധിക ബില്ല് ഈടാക്കുന്ന ആശുപത്രിക്കെതിരെ നടപടിയുമുണ്ടാകും.